1500 വർഷം മുമ്പ് അവർക്ക് വളരെ ഹൈ ആയിട്ടുള്ള സ്റ്റോറിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം ഈ ആർക്കിയോളജിസ്റ്റ് എല്ലാം ഗവേഷകന്മാരെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ വേറെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ പല പല കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചിരുന്നു. അതായതെല്ലാം അന്നത്തെ ഇൻഡസ് കൾച്ചർ എന്ന് പറയുന്നു. കൾച്ചർ ഒരു ഇവിടുത്തെ പ്രോട്ടോ ടൈപ്പ് ഓഫ് സിറ്റി കൾച്ചർ ആയിരുന്നു, മനസ്സിലായത്. പിന്നെ എൻ്റെ കൺക്ലൂഷൻ ഇതായിരുന്നു, അന്ന് നമ്മൾ ഇത്ര പുരോഗമിച്ച ഭാഷകളായിരുന്നെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് മാറി? അതാണ് എൻ്റെ ചോദ്യം. നമുക്ക് ഷ്വൈസിലോ ജർമ്മനിലോ എവിടെയായാലും നമുക്കെല്ലാവർക്കും വളരെയധികം കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാശ് കൊണ്ടല്ല ആദ്യം കൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, നമ്മുടെ നല്ല ജീവിതമുണ്ട്. അപ്പോൾ ആ നല്ല ജീവിതത്തിന് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്ന് ഒരു ചെറിയ ഈ കഥയിൽ കൂടി കർത്താവ് നമ്മളെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മൂല്യത സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കാശിനേക്കാളും എല്ലാത്തിനേക്കാളും വില കൂടിയതാണ്. ഇക്കാലത്ത് ആർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. എല്ലാവരും നിങ്ങൾ പലരും നേഴ്സൊക്കെ ആയിരിക്കുമല്ലോ. ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മടുത്ത് കഴിയുമ്പോൾ അല്പം ടെലിവിഷൻ കാണും, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകും. പിന്നെ നേരമില്ല, പിന്നെ വിസിറ്റും അങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ. അതേ സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം വെറുതെ ഇരിക്കാൻ നോക്കുക. വെറുതെ ഇരുന്ന് ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പം എന്ത് സംഭവിക്കുമെന്നറിയാവോ? നാം ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ദൈവത്തെ പോലെ ആകും. അല്ലേ? അതാണ് എൻ്റെ വ്യത്യാസം. നമ്മളെപ്പോഴും കാശിനെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ കാശായിട്ട് മാറും. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മൾ. മനസ്സിലായി? അതുകൊണ്ട് ഈ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയായിരുന്നു, വാട്ട് യു ഈറ്റ് യു ആർ. അതായത് കാൾ മാർക്സിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. കാൾ മാർക്സ് ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ ആളായിരുന്നു. അത് വലിയ ഇൻഫ്ലുവൻസ് ചെയ്ത് ഫയർബാഹ് എന്ന് പറഞ്ഞൊരു ഫിലോസഫറാണ്, ഒരു തിങ്കറായിരുന്നു. ഫയർബാഹ് പറഞ്ഞത് എങ്ങനെയാ, യു ബിക്കം വാട്ട് യു ഈറ്റ്. കുറെ സത്യമുണ്ട് അതിൽ. കാരണം നമ്മൾ ക്രിസ്ത്യാനികൾ, അതിൽ നിന്ന് നാട് ഒരു നമ്പൂരി എന്നോട് പറയായിരുന്നു, നമ്മൾ ക്രിസ്ത്യാനികൾ ഒരുപാട് മീറ്റ് കഴിക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്, ഫിഷ് കഴിക്കുന്നുണ്ട്, എഗ്സ് കഴിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ അതായിട്ടങ്ങ് മാറും. അതേ സമയത്ത് ഈ മൃഗങ്ങളെ നോക്കുക. ഒരു ആട്ടുംകുഞ്ഞ്, ആടുകൾ ഇതൊന്നും തിന്നിയൊന്നുമില്ല, ഇറച്ചി മതി. അതുപോലെ പല പല മൃഗങ്ങളെ നോക്കുക, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള, അവരെല്ലാം വളരെ കാമും ക്വയറ്റുള്ള. എല്ലാവർക്കും അങ്ങനെയുള്ള മൃഗങ്ങളോട് ഇഷ്ടമാണ്. മനുഷ്യനെന്ന മൃഗം എല്ലാം കഴിക്കും, അതും അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവനുണ്ട് താനും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പലപ്പോഴും അല്പം സമയമെടുത്ത് പ്രാർത്ഥിക്കുകയും നല്ല കാര്യത്തെ പറ്റിയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളും നന്നാവും, നമ്മുടെ ഫാമിലിയും നന്നാവും, പിള്ളേരും നന്നാവും. അതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരുമിച്ച് കൂടുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊക്കെ വളരെ വിലയുണ്ട്. അതിന് ദൈവം നമുക്ക് കൂടുതൽ ചാൻസ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് ഒരു വാക്കൂടെ നമ്മുടെ സുഹൃത്തുക്കളുടെ കഥയിൽ അവസാനം എന്താണ് സംഭവിക്കുന്നത്? അവൻ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. പക്ഷേ ഫാദർ ഒരിക്കലും ചോദിച്ചില്ല, നീ എത്ര പാപം ചെയ്തു, നീ എവിടെ പോയി, ഒരക്ഷരം പോലും ചോദിച്ചില്ല. ഇന്ന് കുംസാരത്തിൽ പോലും അച്ഛന്മാർ പല പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കുംസാരകാരനും അങ്ങനെയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് അറിയേണ്ടത് നാം ചെയ്ത തെറ്റ് നമ്മൾ മനസ്താപപ്പെടുന്നുണ്ടോ. അതുപോലെ ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും വിടും. അതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അല്ലാണ്ട് എത്ര പ്രാവശ്യം അവനെന്നെ വിഷമിപ്പിച്ചു, കടുപ്പിച്ചു, അതേപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതായത് ബെർണാഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടുകയാണ്, വിശുദ്ധ ബെർണാഡ് ഒരു ചോദ്യം ചോദിച്ചു, ദൈവത്തിനോടുള്ള സ്നേഹത്തിന് എൻ്റെ മെഷർ എന്താണ്? മെഷർ എന്ന് പറയുന്ന മലയാളത്തിലൊന്നും എങ്ങനെ അത് വെയിറ്റ് ചെയ്യാൻ പറ്റുമേ? അതിനുള്ള മെഷർ. ഉത്തരം എന്താണെന്ന് അറിയാവോ? ദ ലവ് ഓഫ് ഗോഡ് ഈസ് വിത്തൗട്ട് മെഷർ. ദ മെഷർ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് ഈസ് വിത്തൗട്ട് മെഷർ. അതായത് ദൈവത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയില്ല. സ്നേഹം അതുപോലെ തന്നെയാണ്. നമ്മുടെ സ്നേഹം പലപ്പോഴും അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്ര ഞാൻ അങ്ങോട്ട്. എപ്പോഴും കാൽക്കുലേറ്റീവാണ്. ദൈവത്തിന് അങ്ങനെ കാൽക്കുലേഷനൊന്നുമില്ല. അങ്ങനെ ഉള്ള നിത്യസ്നേഹം, അതിനെയാണ് ഇറ്റേണൽ ലവ് എന്ന് പറയുന്നത്. അത് ആണ് ഈ ഫാദറിൽ നിന്നും ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്.
അതുകൊണ്ടാണ് ആ മകനെ പോയി അവനെ ചുംബിച്ച് സ്നേഹിച്ച് അവനൊരു റിങ് കൊടുത്തു. റിങ് എന്ന് വെച്ചാൽ അർത്ഥം അറിയാവോ? അതായത് അന്നത്തെ ട്രഡീഷൻ അനുസരിച്ച് ഈ സ്ലേവ്സിന് റിങ് വിടാൻ അനുവാദമില്ലായിരുന്നു. സ്വന്തം മക്കൾക്ക് റിങ് കൊടുക്കും. അപ്പോൾ ഇതിനർത്ഥം ഇതായിരുന്നു, പിതാവ് ആ മകൻ വന്നപ്പോൾ പിതാവ് അവനെ അവൻ്റെ സ്വന്തപ്പെട്ട മകനായി വീട്ടിൽ സ്വീകരിച്ചു. അതേസമയത്ത് മകന് അത് ഇഷ്ടമില്ലായിരുന്നു. മകൻ പറഞ്ഞ ഒരു ജോലിക്കാരനായിട്ട് ഒരു സ്ലേവായിട്ട് എന്നെ എടുത്താൽ മതി എന്നാണ് പറഞ്ഞു. പക്ഷേ ആ റിങ് കൊടുത്തതിൻ്റെ അർത്ഥം അതായിരുന്നു. അതുപോലെ ഒരു ഡ്രസ്സ് കൊടുക്കുന്നു, അതെല്ലാം ഒരു സൈനാണ്, ഇതെല്ലാം അക്സെപ്റ്റൻസിൻ്റെ ഒരു സൈനാണ്. അതുകൊണ്ട് നമുക്ക് ഈ കഥയിൽ നിന്നും അല്പം അതേപ്പറ്റി ചിന്തിച്ച് നമുക്ക് ചോദിക്കാം, സ്നേഹത്തിൻ്റെ അടയാളം എങ്ങനെയാണ്? സ്നേഹത്തെ എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും? ഇതെല്ലാം ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്, ഒരു ക്ഷമയുടെ കഥ, നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. ഈ കഥയിൽ നമ്മളുടെ പാർട്ട് എന്താണെന്ന് നമുക്കല്പം ചിന്തിച്ച് നമുക്ക് ദൈവത്തോട് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും അതുപോലെ ഒരു നല്ല ജീവിതത്തിലേക്ക് നീങ്ങാനും പ്രാർത്ഥിക്കാം. അതിന് ഈ നോയമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ. ഇന്നെടുത്തിരിക്കുന്ന റീഡിങ്സും നാളത്തെ ഇവിടുത്തെ ട്രഡീഷൻസ് നാളത്തെ റീഡിങ്സാണ്. ഇത് നോയമ്പ് കാലത്തിന് യോജിച്ച ഒരു ഭാവവും കൂടിയാണ്. നമുക്ക് 2 മിനിറ്റ് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം.